ഐസ് നിങ്ങളാരും വലിയ വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും വയ്ക്കല്ലേ. ഓക്കെ, ആൾറെഡി പറയാനുള്ള കാര്യമാണ്. കാരണം GTA 6 എന്ന് പറഞ്ഞാൽ നല്ല ഹെവി ഗെയിമാണ്. ഈ ഒരു ഇമുലേറ്റർ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു തരണത്. ഇനി വന്നിട്ട് ഹാറ്റിങ് കാര്യങ്ങൾ തരണതിന് മുമ്പേ ബ്രോ എന്തൊരു ബ്രോ പറയണേ GTA 6 അവിടെ കിടക്കണം. അവിടെ നിങ്ങളാരെങ്കിലും കണ്ട ഗെയിം എത്ര ഹെവി ആണെന്നുള്ള കാര്യം? നിങ്ങളാരും കണ്ടില്ലല്ല. സാധനം നല്ല ഹെവി ഗെയിമാണ്. ഇമുലേറ്ററിൽ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഇത് ഇമുലേറ്ററിൽ ഇവർ നല്ല ഡെവലപ്പർ ഉണ്ടെങ്കിൽ പക്ക സ്മൂത്തായിട്ട് കൺസോൾ പോലെ അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇമുലേറ്റർ ഇവർക്ക് ഉണ്ടാക്കാം. ഇനിയിപ്പം നവംബറിനകത്ത് വെച്ച് ഗെയിം ഇറങ്ങും. ഓക്കെ, ആ സമയത്ത് ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും പിന്നീട് ഒരു 2-3 മാസം അല്ലെങ്കിൽ പിന്നീടുള്ള സമയത്ത് ഒരു കറക്റ്റ് കൺസോൾ ഇമുലേറ്റർ ഇവർ കൊണ്ടുവരും. ഡെവലപ്പേഴ്സ് അവരത്രയ്ക്ക് കഷ്ടപ്പെടണം. അവരത്രയ്ക്ക് ഇപ്പം തന്നെ ഏർലി സ്റ്റേജിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ അങ്ങോട്ട് കാണിച്ചു തരാം. ഓക്കെ, സാധനം ഞാൻ കാണിച്ചു തരാം. അപ്പം അത്ര ഇത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവർക്ക് GTA 6 ഹൈപ്പ് കാരണമാണ് ഇപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്യേണ്ടി വന്നത്. അതിന് മുമ്പ് ഇവർ ചെയ്തെങ്കിൽ സ്മൂത്തായിട്ട് കാര്യങ്ങൾ റണ്ണാവുമായിരുന്നു. പിന്നെ ബ്രോയ്ക്ക് ഇത് എന്ത് പ്രൂഫുണ്ട് ഇത് ആ സമയമാകുമ്പോൾ വരുമോ? PC ഗെയിമേഴ്സ് PS5 പോലും വാങ്ങാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും പെട്ട് നിൽക്കുകയാണ്. എന്ത് പറയണം, അവർക്ക് ചോദിച്ച GTA 5 പോലും നേരെ ഇവർ റണ്ണാക്കിയിട്ടില്ല ഈ ഒരു ഇമുലേറ്ററിൽ. 2D ഗെയിംസ് വെച്ചാണ് ഇവരിപ്പോഴും ട്രൈ ചെയ്യണത്, ടെസ്റ്റ് ചെയ്യണതും. വെയിറ്റ് ചെയ്യുക, വന്ന് ഇല്ലെങ്കിൽ ഇല്ല, അത്ര തന്നെ. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വീഡിയോ. അപ്പോൾ ഗൈസ്, ഒരു കുറച്ച് സന്തോഷമുള്ള വാർത്തയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാൻ പോണേ. അതിൻ്റെ കൂടെ തന്നെ ലോജിക്കായിട്ടും പിന്നെ കിട്ടിയിട്ടുള്ള റൂമേഴ്സ് അനുസരിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഓക്കെ, ഒന്നും അറിഞ്ഞൂടെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം. സംഭവം നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ പ്ലേ സ്റ്റേഷൻ ഇല്ലെങ്കിലും PC-യിൽ GTA 6 കളിക്കാൻ പറ്റും. യെസ് ഗൈസ്, ഓബിയസ്ലി നിങ്ങൾക്ക് GTA 6 കളിക്കാൻ പറ്റും. അത് എങ്ങനെയാണെന്നുള്ള കാര്യം തമ്മിൽ ചെറുതായിട്ട് നിങ്ങൾക്ക് മനസ്സിലേക്ക് കാണും. ഇമുലേറ്റർ എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. ഇനി വീഡിയോ അങ്ങോട്ട് കിടക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് ഓഫ് ഓൾ ഫുൾ ബേസിക് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാര്യം പറഞ്ഞുതരാം. എന്താണ് ഇമുലേറ്റർ എന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു വിൻഡോസ് PC, നോർമലി ഉള്ളൊരു PC, ഹൈ എൻഡ് ആയാലും ലോ എൻഡ് ആയാലും മീഡിയം ആയാലും എങ്ങനത്തെ PC ആയാലും വിൻഡോസ് ഇൻസ്റ്റാൾ ആക്കിയിട്ടുള്ള PCക്കകത്ത് നമുക്ക് ഇമുലേറ്റർ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആണ്, ഒരു ആപ്ലിക്കേഷനാണ്. ആ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓൺ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഇഷ്ടമുള്ള പ്ലാറ്റ്ഫോമായിട്ട് അത് വർക്കാവും. ഇപ്പം എക്സാമ്പിൾ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ട് കേൾക്കണമായിരിക്കും ആൻഡ്രോയിഡ് ഇമുലേറ്റർ. എക്സാമ്പിൾ ബ്ലൂ സ്റ്റേക്ക് ഉണ്ട്, LD ഉണ്ട്, മോമോ പ്ലെയർ ഉണ്ട്, നോക്സ് പ്ലെയർ ഉണ്ട്, MSI ഉണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ ഗെയിം ലൂപ്പ് ഉണ്ട്, ഇഷ്ടം പോലെ ആൻഡ്രോയിഡ് ഇമുലേറ്റർ ഉണ്ട്. ഇമുലേറ്റർ എന്ന് കേട്ടാൽ അത് ആൻഡ്രോയിഡ് അല്ല. ഓക്കെ, ആൻഡ്രോയിഡ് ഇമുലേറ്റർ എന്ന് പറഞ്ഞാൽ അത് ആൻഡ്രോയിഡ് ഇമുലേറ്ററാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ വേറെയും കുറേ ഇമുലേറ്റേഴ്സ് ഉണ്ട് PC-ക്കകത്ത് നമുക്ക് ഇൻസ്റ്റാൾ ആക്കാൻ പറ്റും. ഓക്കെ, പിന്നെ VM വിർച്വൽ ബോക്സ് അത് വേറെയാണ്. അത് ഇമുലേറ്ററിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ പറ്റില്ല. എന്നാലും നിങ്ങൾക്ക് PC-ക്കകത്ത് തന്നെ പിന്നെയും വിൻഡോസ് ഇൻസ്റ്റാൾ ആക്കാം വിർച്വൽ ബോക്സ് വെച്ച്. അതിലോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല, ഇപ്പോൾ ഇമുലേറ്ററിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം സംഭവം അതാണ് ഇമുലേറ്റർ. ഓക്കെ, അപ്പം PS5 ഇമുലേറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് PS5 ആ ഇമുലേറ്റർ ഓൺ ചെയ്യണം. PS5 ഇമുലേറ്റർ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് അത് വീഡിയോക്കകത്ത് കാണിച്ചു തരാം. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇമുലേറ്റർ. അപ്പം PS5 ഇമുലേറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ആക്കി സെറ്റപ്പ് എല്ലാം ചെയ്ത് വരുമ്പം നോർമൽ നമ്മൾ ഇമുലേറ്റർ ഇൻസ്റ്റാൾ ആക്കണ പോലെ തന്നെ ആൻഡ്രോയിഡ് ഇമുലേറ്റർ ഇൻസ്റ്റാൾ ആക്കണ പോലെ തന്നെ ഇൻസ്റ്റാൾ ആക്കി വരുമ്പം ഫുൾ PS5 എടുത്തതുപോലെ നിങ്ങൾക്ക് ഇൻ്റർഫേസ് വരും. ഇൻ്റർഫേസ് മാത്രമാണ് ഞാൻ പറയണത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ഗെയിമൊക്കെ കളിക്കാൻ പറ്റുമോ? പറ്റും, പക്ഷെ അതിപ്പോൾ എന്തായാലും ഇവർ ചെയ്തിട്ടില്ല. ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. GTA 6 ഇറങ്ങണം എന്നായിരുന്നു. അപ്പോൾ GTA 6 നവംബർ 19 ഇറങ്ങണത്. അതിൻ്റെ അകത്ത് വെച്ച് ഇവർ എന്തായാലും ഇതിൻ്റെ ഫുൾ കംപ്ലീറ്റ് ചെയ്ത് തീർക്കും എന്നാണ് പറയണത്. ഇപ്പം കുറച്ച് മാസം കൂടെ ഉള്ളൂ, കൂടിപ്പോയ ഒരു 3-4 മാസം. അതിൻ്റെ അകത്ത് വെച്ച് ഇവർക്ക് ഇതിൻ്റെ ഇമുലേറ്ററിൻ്റെ എല്ലാ പരിപാടിയും തീർക്കണം. ടെസ്റ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കണം. ഇപ്പം എന്തായാലും കറൻ്റ്ലി ഇത് കുറച്ച് കാര്യങ്ങൾ അവർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറയുകയാണെന്നുണ്ടെങ്കിൽ 2D ഗെയിംസ് ഉണ്ടല്ലോ, ഈ 3D ഗെയിംസ് നമ്മളിങ്ങനത്തെ വലിയ വലിയ ഗെയിംസ് ഉണ്ടല്ലോ, 2D ഗെയിംസ് ഉണ്ടല്ലോ PS5 കളിക്കാൻ പറ്റില്ല. PS2-ലും 3-ലും ഒക്കെ എന്തോ വന്ന് അങ്ങനത്തെ 2D ഗെയിംസൊക്കെ ഇവർ സക്സസ്ഫുള്ളി ഇതിൽ റൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് PS5-ലുള്ള ഗെയിംസ് എല്ലാം ഇതിൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇമുലേറ്റർ തയ്യാറാക്കണം. നമ്മൾ സ്പെഷ്യലി PC-ക്കാർക്കാണ്. അപ്പം ഇതെങ്ങനെ വർക്കാവും, ഇത് വല്ല ഹാക്ക് കാര്യങ്ങളാണ്, അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിലോട്ടുണ്ട് GitHub-ൽ അവരെ തന്നെ സ്വന്തം പേജാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഇത് ഒഫീഷ്യലി സോണിയ എക്സ്ബോക്സ് അങ്ങനത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവരാരും ഇത് സ്പോൺസർ ചെയ്തിട്ടുള്ളത്, അവരാരും അറിഞ്ഞിട്ടുള്ള കാര്യമല്ല. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇത് ഹാക്ക കാര്യങ്ങൾ അങ്ങനെയൊന്നും പറ്റില്ല. ഗെയിം നിങ്ങൾ ഒഫീഷ്യലി
PS5 സോണിക്കാരിൽ നിന്ന് വാങ്ങണം. ഓക്കെ, പ്ലേ സ്റ്റേഷൻകാരിൽ നിന്ന് നിങ്ങൾ ഒഫീഷ്യലി ഗെയിം വാങ്ങണം. വാങ്ങിച്ചിട്ട് ആ ഗെയിമിനെയാണ് നിങ്ങൾ ഇതിലോട്ട് ആഡ് ചെയ്യണം. ഓക്കെ, ഇമുലേറ്റർ ഓപ്പൺ ചെയ്യുമ്പം എൻറ്റയർലി PS5 പോലെയോ. അപ്പം ആ PS5ക്ക് അകത്ത് നിന്ന് നിങ്ങൾ ഒഫീഷ്യലി ഗെയിം വാങ്ങണം. 6500 എത്ര ഉണ്ടല്ലോ, 5500 രൂപ എത്ര GT6 ആണ്. അപ്പം ആ ഗെയിം നിങ്ങൾ ഒഫീഷ്യലി വാങ്ങിച്ചിട്ട് ആ ഗെയിം നിങ്ങൾ അക്കൗണ്ടിലോട്ട് വരും, PS5 അക്കൗണ്ടിലോട്ട്. നിങ്ങളിൽ ഒറിജിനൽ PS5 ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് കളിക്കാം. ഇമുലേറ്റർ നിങ്ങൾക്ക് മനസ്സിലായില്ല, സംഭവം PS5 പോലെ വർക്കാവും PC-ക്കകത്ത്. ഓക്കെ, അപ്പം മിനിമം സ്പെക്ക് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. ഓക്കെ, അപ്പം നമുക്ക് ഡെസ്ക്ടോപ്പ് സ്ക്രീനിലോട്ട് പോവാം. ഓക്കെ, അപ്പം ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഗിറ്റ്ഹബിൻ്റെ പേജ് കാണാൻ പറ്റും. ഇത് ഇവരെ ഒഫീഷ്യൽ സൈറ്റാണ്, ഒഫീഷ്യൽ സൈറ്റാണ്. PS5 ഇമുലേറ്റർ തരണവരെ ഒഫീഷ്യൽ സൈറ്റാണ് ഗിറ്റ്ഹബിൻ്റെ. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് താഴോട്ട് പോയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആദ്യം ഞാൻ നിങ്ങൾക്ക് ഏതൊക്കെ ഗെയിം ഇവർ റൺ ചെയ്ത് ടെസ്റ്റ് ചെയ്തെന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഇവിടെ വന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ സ്ക്രീൻഷോട്ടാണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്, ഇവർ റൺ ചെയ്തിട്ടുള്ള ഗെയിമിൻ്റെ. ഓക്കെ, അപ്പം ഇവിടെ കാണാൻ പറ്റും ഓരോരോ ഗെയിംസ്. ഇതെല്ലാം 2D ഗെയിംസാണ് ഇവർ റൺ ചെയ്തിട്ടുള്ളത്. കുറേ അധികം 2D ഗെയിംസ് ഇവിടെ സക്സസ്ഫുള്ളി റൺ ചെയ്തിട്ടുണ്ട്. കൺസോൾ പോലെ പക്ക സ്മൂത്തായിട്ട് റണ്ണായിട്ടുണ്ട്. ചെറിയ ക്രാഷും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയണത്. അത് ഡെവലപ്പേഴ്സ് ചെയ്തു വരണതല്ലേ ഉള്ളൂ, ഉറപ്പായിട്ട് ചെയ്യും. പിന്നെ PS5 30 FPS ലോക്ക്, ഇതിൽ 60 FPS കിട്ടുമെന്നൊക്കെ കുറേ ആൾക്കാർ ഇവിടെ അടിച്ച് പരത്തിന്. കിട്ടാൻ പോണില്ല. 30 FPS അല്ലെങ്കിൽ കുറഞ്ഞ 15-20 FPS കിട്ടുമെന്ന് പോലും ആർക്കും അറിഞ്ഞുകൂടാ. ഇമുലേറ്ററാണ്. ഒന്നാമത്തെ കാര്യം GT6 ഹെവി ഗെയിം, രണ്ടാമത്തെ കാര്യം ഇമുലേറ്റർ രണ്ടാമത് ഓടണം, മൂന്നാമത്തെ കാര്യം PC. ആൾക്കാരെയൊക്കെ റാമിൻ്റെ പ്രൈസ് കണ്ടിട്ട് വേണം പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി അവിടെ കാണാൻ നിങ്ങൾക്ക് 2D ഗെയിംസ് ഇവിടെ റൺ ചെയ്തിട്ടുണ്ട്. 3D ഗെയിംസ് ഇൻക്ലൂഡിങ് കുറേ കാര്യങ്ങൾ. ന്യൂറൽ എഞ്ചിൻ GTA 5 പോലും ഇവരിതിൽ റൺ ആക്കിയിട്ടില്ല. പിന്നെയാണ് GT6 റണ്ണാക്കാൻ പോകണം. വെയിറ്റ് ചെയ്ത് നോക്കാം, നമുക്ക് കിട്ടുമില്ലെന്ന് അറിഞ്ഞുകൂടാ. നോക്സ്റ്റേൺ ലോ ലെവൽ ഗ്രാഫിക് ഡ്രൈവർ ഇതിന് വലിയൊരു പ്രശ്നമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ വിൻഡോസിനകത്ത് ഗ്രാഫിക് ഡ്രൈവർ ഉണ്ട്. ഓക്കെ, പക്ഷേ ഇനി നമ്മൾ PS5 വരെ ഓപ്പൺ ആക്കണോണ്ട് വലുതായിട്ട് ഗ്രാഫിക് ഡ്രൈവറിൻ്റെ പ്രശ്നം അതിൽ വരില്ല എന്നാണ് എൻ്റെ വിശ്വാസം. PS5 കൺസോൾ വരെയല്ലേ ഓപ്പൺ ആവണം, അപ്പോൾ വലുതായിട്ട് ഗ്രാഫിക്സിൻ്റെ പ്രശ്നം വരില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ മിനിമം സ്പെക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മളെ PC-ക്കകത്ത് മിനിമം സ്പെക്ക് ഈ വിൻഡോസ് 10 ഓക്കെ, വിൻഡോസ് സോഫ്റ്റ്വെയർ 64 ബിറ്റ് പ്രൊസസ്സർ കംപ്രസറാണ്. ഓക്കെ, അതും ഓക്കെയാണ്. 32 ബിറ്റിൽ എവിടെ ഓടാൻ GTA 6 പോയിട്ട് വേറെ ഒരു ഗെയിം ഓടില്ല. പ്ലേബിൾ ആയിട്ടുള്ള FPS നിങ്ങൾക്ക് കിട്ടും ഉറപ്പായിട്ടും. 30 FPS ഒക്കെ തന്നെ കിട്ടും, അത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇമുലേറ്റർ ഇൻസ്റ്റാൾ ഒക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഒരു സ്ഥലത്ത് വന്നതിന് ശേഷം ഈ ഒരു ഫസ്റ്റ് കാണുന്ന ഇത് ക്ലിക്ക് ചെയ്യണം, ഡൗൺലോഡ് ആക്കി എടുക്കണം. ഫസ്റ്റ് കാണുന്നതാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ സാധനം ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം എക്സ്ട്രാക്ട് ചെയ്യണം. ആദ്യം ഇതിൻ്റെ ഷോ ഇൻ ഫോൾഡർ കൊടുത്തിട്ട് ഫോൾഡറിലോട്ട് വന്നതിന് ശേഷം ഇവിടെ വന്നിട്ട് എക്സ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ട് എക്സ്ട്രാക്ട് ചെയ്ത ഫോൾഡർ ഓപ്പൺ ചെയ്യണം. ഇവിടെ വന്നതിന് ശേഷം ലോഞ്ചർ എന്നാണ് ഈ ഒരു ഓപ്ഷൻ കിട്ടില്ല. ഇതിനെ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യണം. മോർ ഇൻഫോ, റൺ എനിവേ, ബാക്കിയെല്ലാം ക്ലോസ് ചെയ്യണം. ഓക്കെ കൊടുക്കണം. ഇമുലേറ്റർ 1080p കൊടുക്കാം. വേറെ ഒന്നും ഇവിടെ ചെയ്യാനില്ല. ഇത് സൈലൻ്റ് ആയിട്ട് കൊടുത്തിട്ട് പിന്നെ ഇവിടെ കൺസോൾ കൊടുക്കണം. ഓക്കെ, പെർഫോമൻസ് ഇവിടെ വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് പോയിൻ്റ് ഡയറക്ഷൻ ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു പ്രൊഫൈലർ ഡയറക്ഷനിൽ നെറ്റ്വർക്ക് കൊടുക്കണം, എന്നിട്ട് സേവ് കൊടുക്കണം. ഓക്കെ, സോ ഗൈസ്, അപ്പം ഈ ഒരു ഇമുലേറ്റർ നമ്മൾ ഡൗൺലോഡ് ആക്കിയതിന് ശേഷം അത്രയും സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് നമുക്കൊരു ഗെയിം ഇൻസ്റ്റാൾ ആക്കി നോക്കാം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഫയലായിട്ടാണ് ഇൻസ്റ്റാൾ ആക്കാൻ പോകുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇമുലേറ്ററിൻ്റെ അകത്ത്. അല്ലാതെ കംപ്ലീറ്റ് ഇമുലേറ്റർ വരുമ്പോൾ PS5 ഫുൾ ലോഗോയിൽ സെറ്റപ്പായിട്ട് വരും. അതിൽ നമ്മൾ PS5 അക്കൗണ്ട് ഇടുന്നു, ഒഫീഷ്യലി അതിൻ്റെ സ്റ്റോറി കയറി ഡൗൺലോഡ് ആക്കുന്നു. എല്ലാം കംപ്ലീറ്റ് PS5 പോലെ അവരാക്കും. ഇത് പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല, അങ്ങനെ വരും. ഇമുലേറ്ററാണ്, അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി ഹോപ്പ് തരണയല്ല. ഓക്കെ, ഇതും വിചാരിച്ചിരിക്കില്ല, വന്നാൽ കൊള്ളാം എന്ന് ഞാൻ പറയണത് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഗെയിം ജസ്റ്റ് സെലക്ട് ചെയ്യണം. ഇതിപ്പോൾ എല്ലാ ഗെയിമും വരില്ല, നിങ്ങൾക്ക് കളിക്കാനല്ല ഞാൻ ഇത് തരണത്, പറഞ്ഞു തരണയാണ്. നിങ്ങൾ ഡൗൺലോഡ് ആക്കാൻ പോയി ചിലപ്പോൾ കുറേ ലിങ്ക് ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് പോലും നേരെ വന്നില്ല. ഇതിപ്പോൾ ഒന്ന് ഡൗൺലോഡ് ആവണതാണ്. ഇവിടെ ഒന്ന് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ജസ്റ്റ് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്തായാലും ഗെയിം കളിക്കാൻ പറ്റുന്നില്ല, അത് ഏതോ 3D ഗെയിമാണെന്ന് തോന്നുന്നത്.
ഏതോ ഡൗൺലോഡ് ആക്കാൻ പറ്റണത് അങ്ങ് ഡൗൺലോഡ് ആക്കണം. ഓക്കെ, ഇവിടെ വന്നിട്ട് മീഡിയ ഫെയർ ഏതെങ്കിലും വെച്ച് ഡൗൺലോഡ് ആക്കണം. ഇതേപോലെ ഈ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. പക്ഷേ കിട്ടാൻ വഴിയില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഇൻ്റർഫേസ് എങ്ങനെ ഇരിക്കും എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിവിടെ ഡൗൺലോഡായി തീരാറായിട്ടുണ്ട്. ഓക്കെ, ഇനി കുറച്ചുകൂടി ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഇതിനെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ എക്സ്ട്രാക്റ്റ് ചെയ്യണം. ഒരു സെക്കൻഡ്, നമുക്കിത് ഓക്കെ. അപ്പോൾ ഇവിടെ പാസ്വേഡ് ചോദിക്കുകയാണ്. പാസ്വേഡ് നമുക്ക് ഇതിൻ്റെ സൈറ്റിൽ തന്നെ കാണും. ജസ്റ്റ് നിങ്ങൾ ബാക്കിലോട്ട് ഇറങ്ങി പോകുമ്പം ഇവിടെ പാസ്വേഡ് കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ എടുത്ത സൈറ്റ് ഇതായിരുന്നു, ഇതിലിവിടെ പാസ്വേഡ് ഉണ്ട്. ഇതാണ് പാസ്വേഡിൻ്റെ. കോപ്പി ചെയ്തിട്ട് നമുക്കിതിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഇതിവിടെ ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് ഡെസ്ക്ടോപ്പിലോട്ട് ഞാൻ ഇടുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ ലോഞ്ചർ തിരിച്ച് ഓപ്പൺ ചെയ്യണം. നമ്മൾ ലോഞ്ചർ ഇവിടെയാണ് ഇട്ടിരുന്നത്. അപ്പം ഈ ലോഞ്ചർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഓക്കെ, സെറ്റിങ്സ് എല്ലാം നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഫയല് ഇതിപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പിൽ ഇട്ടിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇതിനെ കോപ്പി ചെയ്ത് ഡെസ്ക്ടോപ്പിൽ നിന്ന് മാറ്റി ഡൗൺലോഡ്സിലോട്ട് ഇടാം. ഇത് ഓപ്പൺ ആക്കാൻ പറ്റും. ഓക്കെ, ആഡ് സേവ്. ഗൈസ്, അപ്പം ഗെയിം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല നോക്കി, ഇതിൽ ഗെയിം ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ സാധനം ഇവർ ഇത്ര എത്തിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് വേറെ യൂട്യൂബർമാർ ഇതിനെ ട്രൈ ഔട്ട് ചെയ്യണ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ എങ്ങനെ ഇരിക്കുന്നുണ്ട് ലോഗോ എന്നുള്ള കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വയസ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇങ്ങനെയായിരിക്കും ലോഗോയും കാര്യങ്ങളൊക്കെ വരണേ. അപ്പം സംഭവം എൻ്റെ ഗെയിം എന്തായാലും ഇൻസ്റ്റാൾ ആക്കാൻ പറ്റിയില്ല. 2D ഗെയിം ആയാലും 3D ഇപ്പോൾ റണ്ണിങ് എന്നാണ് അവർ പറയണത്. ഇൻസ്റ്റാൾ ആക്കാൻ പറ്റിയില്ല. എന്തായാലും വരാൻ പോണേ ഇനി 3 മാസം ഉണ്ട് GTA 6 വേണ്ടിയിട്ട്. തോന്നണില്ല ഇവർക്കിത് ചെയ്യാൻ പറ്റുമെന്ന് ഇമുലേറ്റർ, PS5 ഇമുലേറ്റർ. എന്നാലും ഹോപ്പ് കളയാൻ പറ്റില്ല. നമ്മളെ PC ഗെയിമേഴ്സിൻ്റെ ഒക്കെ ഒരു വലം കൈ തന്നെ ഈ ഒരു PS5 ഇമുലേറ്ററിലാണ്. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യണം ഗൈസ്. ഈ ഒരു സാധനം വരുമെന്നുണ്ടെങ്കിൽ നല്ല വർത്തായിട്ടുള്ള സാധനമാണ്. PS5 എടുക്കാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. നല്ല ഹൈ എൻഡ് PC ആയാലും മീഡിയം PC ആയാലും അവർക്കൊക്കെ കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കൺസോൾ എമുലേറ്റർ വന്നാൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ അത് വരാൻ തന്നെ നമുക്ക് കാത്തിരിക്കാം. ഇത്ര തന്നെ ഗൈസ്, ബൈ ബൈ, സൈനിങ് ഓഫ്. PC.